ഹായ്, ഞാൻ ഡോക്ടർ നീതു, എൻ ആയുർവേദ വിമൻസ് ഹോസ്പിറ്റൽ കുറുപ്പമ്പടി. ഇത് മെയിനായിട്ടും നീർക്കെട്ട് രോഗങ്ങൾ, അതുപോലെ തേയ്മാനം കൊണ്ടുള്ള രോഗങ്ങൾ, അങ്ങനെ ഓർത്തോ രോഗങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഡിസ്ക് ബൾജ്, അതുപോലെ കാലിലേക്ക് വരുന്ന വേദന, സയാറ്റിക്ക മുതലായതെല്ലാമാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. ഇന്ന് ഞാൻ പറയുന്നത് നീർക്കെട്ട് രോഗങ്ങളിലെ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കുറെ കാര്യങ്ങളെ കുറിച്ചാണ്. അതായത് ഇൻഫ്ലമേഷൻ, ബോഡിയുടെ ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സിനെയാണ് പൊതുവെ നമ്മുടെ നാട്ടിൽ നീർക്കെട്ട് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. പലപ്പോഴും ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ്. നമുക്ക് നമ്മളുടെ ആഹാര രീതി, നമ്മളുടെ ഉറക്കത്തിന്റെ സമയം, പിന്നെ അതുപോലെ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്, ഇത്തരം പല ഫാക്ടേഴ്സ് ഉണ്ട്. എങ്കിലും വളരെ പ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങൾ ഇതാണെന്നാണ് തോന്നിയിട്ടുള്ളത്. ഒന്നാമതുള്ളത് ആഹാര രീതിയാണ്. അതായത് നമ്മൾ അധികമായിട്ട് പ്രോസസ്ഡ് ഫുഡ് കഴിക്കുക, റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ കഴിക്കുക, പിന്നെ ഈ ജങ്ക് ഫുഡ്, അതായത് ഓയിലും സോൾട്ടും പഞ്ചസാര എല്ലാം അധികം അടങ്ങിയിട്ടുള്ള ആഹാരം, അത് ഒരുപാട് കഴിക്കുന്നത് കൊണ്ട് പലരിലും ഇൻഫ്ലമേഷൻ കൂടി വരുന്നത് കാണും. കാരണം ഇത് ദഹിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബോഡി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നു. അപ്പൊ അതിനനുസരിച്ച് എൻസൈമിന്റെയും ഒക്കെ ഒരു ഇംബാലൻസ് അതിനകത്ത് വരുന്നത് കൊണ്ടാണ് മെയിൻ ആയിട്ടും ആഹാരം കൊണ്ടുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത്. ആഹാര രീതി പോലെ തന്നെ വളരെ പ്രധാനമായ മറ്റൊരു കാര്യമാണ് ഉറക്കം. ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റണം. അപ്പോഴും നമുക്ക് ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള അസുഖങ്ങളെ ശരിക്കും പിടിച്ചു നിർത്താൻ കഴിയും. അപ്പോൾ ഒരു ഹെൽത്തി ഡയറ്റ് ഉണ്ടാവണം, പിന്നെ നന്നായിട്ട് ഉറങ്ങാനും പറ്റണം. ഇനി മൂന്നാമത് പറയാൻ പോകുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഞാൻ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നതുമായിട്ടുള്ള കേസ്. അത് ക്രോണിക് സ്ട്രെസ് കൊണ്ട് വരുന്ന ഇൻഫ്ലമേഷൻ ആണ്. അതായത് ക്രോണിക് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പേഷ്യൻസിനോട് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യത്തെ ഉത്തരം അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എടുത്തെടുത്ത് നിങ്ങൾ എന്തിനെ കുറിച്ചെങ്കിലും കോൺസ്റ്റന്റ്ലി വറീഡ് ആണോ, നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ ചിന്തിക്കുന്നുണ്ടോ, നിങ്ങളുടെ പൊതുവെ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ഫോണിലത്തെ സ്ക്രോളിംഗ് ഒക്കെ ഏത് രീതിയിലുള്ളതായിരിക്കും, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചതിന് ശേഷമാണ് പലരും അവർക്ക് സ്ട്രെസ് ഉണ്ടെന്ന് അവർ തന്നെ റിയലൈസ് ചെയ്യുന്നത്. അതായത് അവർക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടാവില്ല, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടാവും, ഷൗട്ട് ചെയ്യുന്നുണ്ടാവും, പിന്നെ എപ്പോഴും ബോഡി മുഴുവൻ പെയിൻ കാണും. പക്ഷെ ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ, ഇതൊക്കെ എല്ലാവരും അനുഭവിക്കുന്നതല്ലേ, ഇതാണ് പല ആൾക്കാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ആക്ച്വലി എല്ലാവരും ഇങ്ങനെ ക്രോണിക് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെപ്പോഴും നമ്മളോട് ചുറ്റും നിൽക്കുന്ന ഒരു 5-8 ആളുകളുടെ, അതൊരു 10 പേരുടെ ലൈഫ് കൊണ്ടാണ് നമ്മുടെ ലൈഫിനെ നമ്മൾ അതിനെ ഒരു മാർക്ക് ചെയ്യുന്നത്. ആക്ച്വലി ആ ഗ്രൂപ്പിൽ ചിലപ്പോൾ ഇത് നമുക്കത് പ്രശ്നമില്ല എന്നായിരിക്കും തോന്നുന്നത്. ബട്ട് ആക്ച്വലി വലിയൊരു ഇതിലേക്ക്, ഒരു സ്പെക്ട്രത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ക്രോണിക് ആയിട്ടുള്ള പെയിനും ഉറക്കമില്ലായ്മയും ഓവർ തിങ്കിങ്ങും ഒന്നും എല്ലാവർക്കും ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് തിരിച്ചറിയാതെ തന്നെ പോകുന്നത്? അതായത് പലപ്പോഴും നമ്മൾക്ക് താങ്ങാനാകുന്നതിലപ്പുറം വലിയ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുക. ഇപ്പോ ചൈൽഡ്ഹുഡ് ട്രോമ, അതുപോലെ അബ്യൂസിന്റെ കാര്യങ്ങൾ, അതുപോലെ ഫിനാൻഷ്യൽ ക്രൈസിസുകൾ നമ്മൾ തുറന്നു പറയാൻ മടിച്ചിട്ടൊക്കെ കയ്യിലും, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ. ഈവൻ ആരെങ്കിലും നമ്മളെ കുറിച്ച് ഒരു ബോഡി ഷേമിങ് കമന്റ് പോലും നമുക്ക് ഭയങ്കരമായിട്ട് ഇഞ്ചുറി വരുത്തിയിട്ടുണ്ടാവും. അത് നമ്മൾ ഒതുക്കി വെച്ച് കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവാതെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കരയുക, ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ദേഷ്യം വരിക, ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസിലേക്കൂടെ കടന്നു പോയിട്ടാണ് പലപ്പോഴും ബോഡി ഒരു കംപ്ലീറ്റ് ക്രോണിക് ഇൻഫ്ലമേറ്ററി സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് എല്ലാം അസസ് ചെയ്ത് ഇതൊരു സിറം നെഗറ്റീവ് ആർത്രൈറ്റിസ് ആണോ അതോ സിറം പോസിറ്റീവ് ആവുന്ന വിധത്തിൽ തന്നെ RI ഫാക്ടറോ മറ്റോ ട്രിഗർ ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. സ്ട്രെസ്സിന് വളരെ ഈസി ആയിട്ട് ട്രിഗർ ചെയ്യാൻ പറ്റും ആർത്രൈറ്റിസ് ഡിസോർഡേഴ്സ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിലോ ChatGPTയിലോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. സ്ട്രെസ് ഇസ് ദ മെയിൻ ട്രിഗർ ഓഫ് ദീസ് കൈൻഡ് ഓഫ് ഇൻഫ്ലമേഷൻസ്. അപ്പോ നമുക്ക് ആ സ്ട്രെസ്സിനെ തിരിച്ചറിഞ്ഞ് അതിനെ മാനേജ് ചെയ്ത് പിന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ശീലങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് യോഗയും കുറച്ച് മെഡിറ്റേഷനും സ്ലീപ്പ് ഡിസോർഡർ പരിഹരിക്കാനുള്ള ചില മാർഗങ്ങളെല്ലാം കൂടി നോക്കിയാൽ ഒരു 2-3 മാസത്തെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ വേണം. എന്നാലും നമുക്ക് ഈ ഇൻഫ്ലമേറ്ററി ഡിസോർഡറിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ സാധിക്കും. ഉറപ്പായിട്ടും ഒരു സ്പെഷ്യലിസ്റ്റിന്റെ ഹെൽപ്പ് തന്നെയാണ് അതിനകത്ത് അത്യാവശ്യമായിട്ടുള്ളത്. സ്വയം ചികിത്സ ചെയ്യരുത്. വെറുതെ എന്തെങ്കിലും ബാമൊക്കെ ഇട്ട് പോയ ആദ്യത്തെ കുറച്ച് നാളത്തേക്കൊക്കെ ചിലപ്പോൾ ഓക്കെ ആവും. പക്ഷെ ആ ഇമ്മ്യൂൺ ഡിസോർഡർ നമ്മുടെ ഉള്ളിൽ തന്നെ നിന്ന് പിന്നീട് അത് ജോയിന്റ് പെയിനിലേക്കും ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസിലേക്ക്, IBS ഒക്കെ പോലത്തെ അസുഖങ്ങളിലേക്ക്, ബ്രെയിൻ ഫോഗിങ്ങിലേക്ക്, ഓർമ്മക്കുറവ്, ദേഷ്യം, ഇങ്ങനെ 100 പ്രശ്നങ്ങളിലേക്ക് അതിന് ചെന്നെത്താൻ കഴിയും. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡയഗ്നോസ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള നാച്ചുറലി നമുക്ക് ക്യൂർ ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്. അല്ലാതെ ഒരു വലിയ ഇമ്മ്യൂൺ സിസ്റ്റം ഇന്റർഫറൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. നമുക്കത് ശരിയാക്കി ചെയ്യാൻ പറ്റും. അതിന്റെ
അതിന്റെ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ഒത്തിരി കയറിപ്പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരുപാട് മരുന്നുകളുടെ ഉപയോഗം കൊണ്ട് തന്നെ നമുക്ക് ഈ പെയിനിനെ പിടിച്ചു നിർത്താൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ക്രോണിക് സ്ട്രെസ്സിലും ഉള്ള ആളാണെങ്കിൽ അത് തിരിച്ചറിയുക, ഉടനെ തന്നെ സഹായം തേടുക.